മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നിവിടെ വിശകലനം ചെയ്യുന്നത് 10-12-1981 ജനിച്ച ഒരാളുടെ ഗ്രഹസ്ഥിതിയാണ്. കാർത്തികയാണ് നക്ഷത്രം. കാർത്തിക 3-ാം പാദം. ധനു ലഗ്നം. 2-ൽ ശുക്രൻ, ഗുളികൻ, കേതു. 3, 4, 5 ഭാവങ്ങൾ ശൂന്യം. 6-ൽ ചന്ദ്രൻ, 7 ശൂന്യം. 8-ൽ രാഹു, 9 ശൂന്യം. 10-ൽ കുജൻ, ശനി. 11-ൽ ഗുരു. 12-ൽ സൂര്യൻ, ബുധൻ. ഇതാണ് ഇദ്ദേഹത്തിൻ്റെ ഗ്രഹസ്ഥിതി. ഈ ഗ്രഹനില പരിശോധിക്കുന്ന സമയത്ത് വർക്ക് സ്പേസുമായി ബന്ധപ്പെട്ടിട്ട് കോൺഫ്ലിക്ട്സ്, അതല്ലെങ്കിൽ ഡിസ്പ്യൂട്ട്സ്, തർക്കങ്ങൾ, അല്ലെങ്കിൽ ഒരു സ്വസ്ഥതയില്ലായ്മ സ്ഥിരമായി ഉണ്ട് എന്നറിയാൻ കഴിഞ്ഞു. എന്തുകൊണ്ടാണത്? ലഗ്നാൽ വ്യാഴലഗ്നം, ലഗ്നാധിപൻ 11-ൽ നിൽക്കുന്നു. നല്ലതാണ്. മോശം ദൃഷ്ടികളിൽ ഒന്നുമല്ല നിൽക്കുന്നത്. ലാഭസ്ഥാനത്താണ് നിൽക്കുന്നത്. വളരെ നല്ലതുമാണ്. വ്യാഴ ലഗ്നം, ലഗ്നാൽ 10-ൽ അഗ്നി മാരുത യോഗം ചെയ്ത് കുജൻ, ശനി. അഗ്നിമാരുത യോഗം എന്ന് പറയുമ്പോൾ തീയും കാറ്റും പോലെ, അഗ്നി മാരുതൻ, തീ കാറ്റ് പോലെ ഉള്ള രണ്ട് ഗ്രഹങ്ങളാണ് ചേർന്ന് കഴിഞ്ഞാൽ കുജനും ശനിയും വളരെ ബുദ്ധിമുട്ടുകൾ കുജ മന്ദ യോഗം കൊണ്ട് ഉണ്ടായിട്ട് വിളിക്കുന്ന ധാരാളം ആളുകളുണ്ട്. വളരെ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യവുമാണ് അത്. 10-ൽ എന്ന് മാത്രമല്ല, ലഗ്നത്തിൽ ഒക്കെ കുജൻ ശനി ഒരുമിച്ച് നിൽക്കുന്ന ആളുകളുണ്ട്. അവർക്ക് വേഗത്തിൽ ക്ഷിപ്രകോപം ഉണ്ടാവും. ആ ദേഷ്യം വന്നു കഴിഞ്ഞാൽ അവരെങ്ങനെ ചെയ്യും, എന്ത് ചെയ്യുമെന്ന് ഒരു ധാരണയും ഉണ്ടായിക്കോണമെന്നില്ല. വളരെ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കോമ്പിനേഷനാണ് കുജൻ ശനി കോമ്പിനേഷൻ. അതല്ലെങ്കിൽ കുജൻ രാഹു കോമ്പിനേഷൻ, അതല്ലെങ്കിൽ ശനി രാഹു കോമ്പിനേഷൻ, അതല്ല എങ്കിൽ കുജൻ സൂര്യൻ കോമ്പിനേഷൻ എന്നൊക്കെ പറയുന്നത് വളരെ ശ്രദ്ധിക്കേണ്ടുന്ന ഒരവസ്ഥ തന്നെയാണ്. ഇവിടെ ഇദ്ദേഹത്തിൻ്റെ 5-ാം ഭാവാധിപനായിട്ടുള്ള ഗ്രഹമാണ് കുജൻ. ശത്രു ക്ഷേത്രമായിട്ടുള്ള ബുധൻ്റെ ക്ഷേത്രമായിട്ടുള്ള കന്നിയിൽ നിൽക്കുന്നത്. അവിടെയാണ് ശനിയും നിൽക്കുന്നത്. അപ്പോൾ ഇറിറ്റേഷൻസ്, അതല്ലെങ്കിൽ ബുദ്ധിമുട്ടുകൾ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു പക്ഷേ ഇദ്ദേഹം വ്യാഴത്തിൻ്റെ ദൃഷ്ടി ലഗ്നാൽ 5-ലേക്ക് വ്യാഴം തൻ്റെ 7-ാമത്തെ ദൃഷ്ടി കൊടുക്കുന്നത് കൊണ്ട് ഒഴിവാക്കി വിടാൻ ശ്രമിക്കും. പക്ഷേ റിയാക്റ്റ് ചെയ്യാനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ എതിര് നിൽക്കുന്നയാൾ വിയർക്കും. അല്ലെങ്കിൽ നല്ല രീതിയിലുള്ള മുഷിച്ചിൽ, സംസാരം, തർക്കം ഉണ്ടാവും. അങ്ങനെ ഉണ്ടായാൽ ഇദ്ദേഹം തന്നെ ജയിക്കുകയും ചെയ്യും. പക്ഷേ അവിടെ പോകുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് സ്വസ്ഥത, മനസമാധാനം എന്ന് പറയുന്ന കാര്യങ്ങൾ. ഇപ്പോൾ എല്ലാ ദിവസവും തർക്കിക്കുക, അല്ലെങ്കിൽ എല്ലാ ദിവസവും നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളിലേക്ക് സമയം ചെലവഴിക്കേണ്ടതായിട്ട് വരിക, നിർബന്ധിച്ച് അങ്ങനെ ആവുക എന്ന് പറയുന്നത് ഒരു വല്ലാത്ത അവസ്ഥ തന്നെയാണ്. ഇദ്ദേഹം വ്യാഴലഗ്നമായതുകൊണ്ടും 5-ലേക്ക് വ്യാഴം ദൃഷ്ടി ചെയ്യുന്നത് കൊണ്ടും പൊതുവേ ശാന്തമായി കാര്യങ്ങൾ കൈകാര്യം ചെയ്തു പോകണം, ശാന്തതയുടെ ഭാഗത്ത് നിന്ന് പോകണം എന്നൊക്കെയാണ് ഇദ്ദേഹത്തിൻ്റെ വിചാരം. പക്ഷേ ഈ 5-ാം ഭാവാധിപൻ നിൽക്കുന്നത് അഗ്നിമാരുത യോഗം ചെയ്ത് നിൽക്കുന്നത് കൊണ്ടും ശത്രുക്ഷേത്രത്തിൽ നിൽക്കുന്നത് കൊണ്ടും ഇത് വളരെ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ അതിന് വേണ്ടുന്ന കൃത്യമായിട്ടുള്ള മുന്നൊരുക്കം നടത്തുക. ഇതിൽ വേറൊരു സീക്രട്ടും കൂടെ ഉണ്ട്. എന്താണെന്ന് വെച്ചാൽ, ലഗ്നാൽ 10-ൽ കുജൻ ശനി അഗ്നിമാരുതൻ യോഗം ചെയ്ത് നിന്ന് കഴിഞ്ഞാൽ 2 രീതിയിൽ അതിനെ എടുക്കണം. ഒന്ന്, നെഗറ്റീവായിട്ട് എടുത്തു കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ ജോലി സംബന്ധമായിട്ടുള്ള സ്ട്രെസ്സ്, ഇറിറ്റേഷൻ, ബുദ്ധിമുട്ട് പോലെയുള്ള അവസ്ഥകൾ, അല്ലെങ്കിൽ തർക്കങ്ങൾ പോലെയുള്ള അവസ്ഥകൾ, തീയും കാറ്റും പോലെ ജോലി സ്ഥലം പൊതുവെ ഉണ്ടാവുക. അതല്ല എങ്കിൽ ജോലി സംബന്ധമായിട്ട് എന്തെല്ലാം പോസിറ്റീവായിട്ട് ചെയ്യാൻ പറ്റുമോ, എവിടെയെല്ലാം പോസിറ്റീവായിട്ട് എത്താൻ പറ്റുമോ അവിടെയെല്ലാം എത്തിക്കുക. അപ്പോൾ അതിനെ വ്യാഴലഗ്നവുമാണ്. കൃത്യമായിട്ട് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്തു പോയി കഴിഞ്ഞാൽ, ഗുളികൻ്റെ ദൃഷ്ടി ലഗ്നത്തിലേക്കുണ്ട്, 12-ാമത്തെ ദൃഷ്ടി. പക്ഷേ കൃത്യമായിട്ടുള്ള പരിഹാരങ്ങൾ എടുക്കുകയും കൃത്യമായിട്ടുള്ളൊരു പ്ലാനിങ്ങോടെയും പോയി കഴിഞ്ഞാൽ ധാരാളം പണം സമ്പാദിക്കാനും ഇതേ അഗ്നിമാരുത യോഗം സഹായിക്കും, ജോലിയാൽ തന്നെ. അപ്പോൾ അവിടെ എടുക്കേണ്ടുന്ന കാര്യം, അപ്പോൾ ചോദിക്കാം, കുജൻ ശത്രുവിൻ്റെ ക്ഷേത്രത്തിലല്ലേ നിൽക്കുന്നത്? അതെ. അവിടെ നമ്മൾ എടുക്കേണ്ടുന്ന പോയിൻ്റ് എന്ന് പറയുന്നത്, ഒന്നിനെയും മൈൻഡ് ചെയ്യാതെ, ആരെയും വകവയ്ക്കാതെ ജോലിയുമായി ബന്ധപ്പെട്ട് ഉള്ള കാര്യങ്ങളിൽ വ്യാപൃതനാവുകയും ധനം സമ്പാദിക്കുകയും ചെയ്യും. ഉപരി ഇദ്ദേഹത്തിൻ്റെ ധനസ്ഥാനത്തിൻ്റെ അധിപൻ കൂടിയാണ് അഗ്നിമാരുത യോഗം ചെയ്ത് നിൽക്കുന്നത്. അപ്പോൾ പണം
ഗുളികൻ്റെ കേതുവിൻ്റെയൊക്കെ നെഗറ്റീവ്സിനെ ഒന്ന് ഒഴിവാക്കാനുള്ള കൃത്യമായിട്ടുള്ള പരിഹാരങ്ങൾ ചിട്ടവട്ടത്തോടു കൂടി ചെയ്തു പോവുകയും വർക്ക് സ്പേസിൽ കൃത്യമായിട്ടുള്ള ഒരു പ്ലാനിങ്ങോടെ പെരുമാറുകയും അതിന് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യുകയും ചെയ്താൽ ധനം വാരിക്കൂട്ടാനുള്ള ഒരവസ്ഥയും ഇതേ ജാതകത്തിനുണ്ട്. അത് വളരെ ശ്രദ്ധിക്കേണ്ടുന്ന പോസിറ്റീവായിട്ടുള്ള ഒരു ജാതക അവസ്ഥ തന്നെയാണ് എന്ന് തിരിച്ചറിയുക. അതേപോലെ തന്നെ ഇദ്ദേഹം ഇപ്പോൾ കുറച്ചു കാലമായിട്ട് വളരെയധികം ഇറിറ്റേഷൻസിലൂടെയാണ് കടന്നു പോകുന്നത് എന്ന് പറഞ്ഞു. ഗുരു ദശ നടക്കുന്നു. 2034 വരെ വ്യാഴദശയാണ്. അതിൽ തന്നെ കേതുവിൻ്റെ അപഹാരമാണ്. എങ്ങനെയുള്ള കേതു? ലഗ്നാൽ 2 ഗുളികനോടൊത്ത് രാഹുവിൻ്റെ സ്വാഭാവികമായിട്ടുള്ള 7ാം ദൃഷ്ടിയിൽ നിൽക്കുന്ന കേതു നല്ലതല്ല, ഒട്ടും നല്ലതല്ല, വളരെ വളരെ മോശമാണ്. ചെന്ന് പെടാൻ അവസ്ഥകൾ മോശമായിട്ടൊന്നും ബാക്കി ഉണ്ടാവില്ല. ഗുളികനോടൊത്തൊക്കെ നിൽക്കുന്ന കേതുവിൻ്റെ ദശ അല്ലെങ്കിൽ അപഹാരം, അല്ലെങ്കിൽ ഗുളികനോടൊക്കെ ഒത്തു നിൽക്കുന്ന രാഹുവിൻ്റെ ദശ അല്ലെങ്കിൽ അപഹാരം ഒക്കെ വരുന്നത് വളരെയധികം ശ്രദ്ധിച്ചു വേണം. കാരണം ലഗ്നാൽ 2 ഇവിടെ ഗുളികൻ നിൽക്കുന്നത്. ധനസ്ഥാനത്ത് മണി ബ്ലോക്സിനെ ഉണ്ടാക്കാം. 2 ലഗ്നാൽ 2 തന്നെയാണ് കേതു നിൽക്കുന്നത്. 3 അതേ ഗുളികൻ, കേതുവിനോടൊത്ത് നിൽക്കുന്ന ഗുളികൻ ലഗ്നത്തിലേക്ക് തൻ്റെ 12ാമത്തെ ദൃഷ്ടി നടത്തുന്നു. അവിടേക്ക് രാഹുവിൻ്റെ 6ാമത്തെ ദൃഷ്ടിയുമുണ്ട്. വളരെ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു അവസ്ഥ തന്നെയാണ് ഈ പറയുന്ന കേതുവിൻ്റെ അപഹാരം, അതല്ലെങ്കിൽ രാഹുവിൻ്റെയൊക്കെ അപഹാരം എന്ന് പറയുന്നത്. വളരെ ശ്രദ്ധിക്കേണ്ടുന്ന ഇത്തരം സമയങ്ങൾ ഒരു മനുഷ്യനെ സംബന്ധിച്ച് എല്ലാ കാര്യങ്ങളിലും ഒരു ശ്രദ്ധ, ധനപരമായിട്ടുള്ള കാര്യങ്ങളിലെ, ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിലെ, കുടുംബ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിലെ, വ്യക്തിബന്ധങ്ങൾ തമ്മിലുള്ള കാര്യങ്ങളിലെ എല്ലാം ഒരു എക്സ്ട്രാ കെയർ എടുക്കേണ്ടുന്ന ഒരു സമയം തന്നെയാണ് എന്ന് തിരിച്ചറിയുക. കൃത്യമായിട്ടുള്ള ശ്രമങ്ങൾ നടത്തിക്കഴിഞ്ഞാൽ ലഗ്നാധിപൻ 11 ലാഭസ്ഥാനത്ത് നിൽക്കുന്നു. വ്യാഴദശ നടക്കുകയും ചെയ്യുന്നു. 2034 വരെ ഇദ്ദേഹത്തിന് നിലവിൽ വ്യാഴദശയാണ്. ശ്രമിച്ചാൽ അതിസമ്പത്ത് തന്നെ വന്ന് ചേർക്കാൻ സാധിക്കും. പക്ഷേ അത് ഒരല്പം ശ്രമങ്ങൾ വേണം, നല്ല രീതിയിൽ തന്നെ. അതേപോലെ തന്നെ ലഗ്നാൽ 7ാം ഭാവാധിപനായിട്ടുള്ള ഗ്രഹം ബുധൻ 12 സൂര്യനോടൊത്ത് വൃശ്ചികത്തിൽ നിൽക്കുന്നു. അവിടേക്ക് കുജനോടൊത്ത് അഗ്നിമാരുത യോഗം ചെയ്ത് നിൽക്കുന്ന ശനിയുടെ 3ാമത്തെ ദൃഷ്ടി. വിവാഹ ശേഷം എന്തെങ്കിലുമൊക്കെ തർക്കങ്ങളോ വഴക്കുകളോ പിണക്കങ്ങളോ അഭിപ്രായ വ്യത്യാസങ്ങളോ ഭിന്നതകളോ ഒക്കെ ഉണ്ടാകാനുള്ള ഒരു സാഹചര്യം, സാധ്യത വളരെ കൂടുതലാണ് സന്ദർഭവശാൽ. അപ്പോൾ അതിനെ കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് പോകാനുള്ള ഒരു പോസിറ്റിവിറ്റി, കൃത്യമായിട്ടുള്ള പരിഹാരങ്ങൾ, മാനസികമായിട്ടുള്ള ശ്രമങ്ങൾ എല്ലാം തന്നെ നിർബന്ധമായും വേണമെന്നും തിരിച്ചറിയുക. പ്രത്യേകിച്ചും ഈ കേതു പോലെയുള്ള അപഹാരങ്ങളിൽ ഇത്തരം കാര്യങ്ങൾ വളരെയധികം ശ്രദ്ധിക്കുക. ഇത്തരം കേതുവിനെ വളരെയധികം സൂക്ഷിക്കുക തന്നെ വേണം. ഗുളികനോടൊത്ത് നിൽക്കുന്ന കേതു, ഗുളികനോടൊത്ത് നിൽക്കുന്ന രാഹു, ഗുളികനോടൊത്ത് നിൽക്കുന്ന ശനി, ഗുളികനോടൊത്ത് നിൽക്കുന്ന കുജൻ എന്നൊക്കെ പറയുമ്പോൾ ശ്രദ്ധ വേണം. പ്രത്യേകിച്ചും ഇവിടെ വിവാഹ കാരകഗ്രഹം ശുക്രൻ ഗുളികനോടൊത്തുണ്ട്. അപ്പോൾ വിവാഹ ശേഷമുള്ള കാര്യങ്ങളിൽ ഒരു ശ്രദ്ധ, അനാവശ്യമായ തർക്കങ്ങൾ അല്ലെങ്കിൽ വഴക്കുകൾ, പിണക്കങ്ങൾ പോലെയുള്ള കാര്യങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കാൻ, അതിനുള്ള സന്ദർഭങ്ങളിൽ സാഹചര്യങ്ങളിൽ നിന്ന് ഉണ്ടായാൽ കൂടെ പരമാവധി വിട്ടുനിൽക്കാനുള്ള പരിശ്രമങ്ങൾ ഈ വ്യക്തിയുടെ തന്നെ ഭാഗത്തു നിന്നും ഉണ്ടാകേണ്ടതാണ്. ഇദ്ദേഹത്തിൻ്റെ ദശകൾ എടുത്തു കഴിഞ്ഞാൽ കാർത്തികയാണ് നക്ഷത്രം. സൂര്യദശയിൽ ജനിച്ചു. 83 വരെ സൂര്യൻ, അതിനുശേഷം 10 കൊല്ലം ചന്ദ്രൻ, അതിനുശേഷം കുജൻ 2000 വരെ, അതിനുശേഷം രാഹു 2018 വരെ, അതിനുശേഷം വ്യാഴം 2034 വരെ, ശേഷം ശനി 2053 വരെ, ശേഷം ബുധൻ കേതു എന്നീ ക്രമത്തിലാണ് ഇദ്ദേഹത്തിൻ്റെ ദശകൾ കടന്നു പോകുന്നത്. അതിൽ തന്നെ നടപ്പ് ദശ നേരത്തെ പറഞ്ഞു. ഗുരുവിൽ കേതുവാണ്. 30/6/2025 തൊട്ട് 6/6/2024 വരെ, അടുത്ത മാസം 6-ാം തീയതി വരെ. വളരെയധികം ശ്രദ്ധിക്കേണ്ടുന്ന, അതും പോകുന്ന പോക്കാണ്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ നെഗറ്റീവായിട്ടുള്ള സമ്മാനങ്ങൾ കൊടുക്കാനുള്ള സാധ്യത, എന്തെങ്കിലുമൊക്കെ ഇറിറ്റേഷൻസ് കൊടുക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ അതിൽ നിന്ന് ഒഴിഞ്ഞു മാറി നിൽക്കാൻ വേണ്ടുന്ന പരിഹാരങ്ങൾ നിർബന്ധമായും ചെയ്യുക. മാനസികമായിട്ട് അതിന് വേണ്ടുന്ന ഒരു പ്രിപ്പറേഷൻ കൃത്യമായിട്ട് തന്നെ നടത്തുക. ബുദ്ധിപരമായിട്ട് കാര്യങ്ങളെ സമീപിക്കുക. കൃത്യമായിട്ട് പരിഹാരങ്ങൾ ചിട്ടവട്ടത്തോടു കൂടി തന്നെ എടുക്കുക. കൺസൾട്ടേഷൻ ആവശ്യമുള്ള ആളുകൾക്ക് ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. കോൺടാക്ട് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഇത്തരം വീഡിയോസ് ഇനിയും തുടരും. നന്ദി.